ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മുസ്ലിമിൻ്റെ ആധിപത്യം അവിടെ ഭരണകൂടെ വരാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നാടുവിടണം. അവരൊക്കെ ഭരണത്തിൽ വന്നാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും. മഞ്ഞക്കടലാസിൽ പൊതിഞ്ഞ ചക്കരക്കുടമായ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറും വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സൈനൈഡായ മുസ്ലിം ലീഗും. എനിക്ക് വെള്ളാപ്പള്ളി സാറിൻ്റെ ഇന്നലത്തെ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയ ഒരു തലക്കെട്ടാണ്. കാരണം എപ്പോഴും അങ്ങനെയാണല്ലോ, അദ്ദേഹത്തിനെ പോലൊരു വലിയ മനുഷ്യൻ, ഒരു മാന്യനായ മഞ്ഞക്കടലാസിൽ പൊതിഞ്ഞ ഒരു ചക്കരക്കുടമായ അദ്ദേഹം ഈ പൊട്ടാസ്യം വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സൈനൈഡായി മുസ്ലിം ലീഗിനെ വിശേഷിപ്പിക്കുമ്പോൾ അതിൻ്റെ നാൾവഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നി. ആ വാർത്തയിലേക്ക് കടക്കും മുമ്പ് ആമുഖമായി രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന് നമ്മുടെ ശശികലയും, ഒന്ന് നമ്മുടെ RV ബാബു വളരെ ആവേശപൂർവ്വം നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ പങ്കുവച്ചതിൻ്റെ കാരണം വേറൊന്നുമല്ല, നവോത്ഥാന സമിതിയിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇദ്ദേഹമാകട്ടെ പുതിയ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ജാതി മത വിദ്വേഷരഹിതമായ നവോത്ഥാന സമിതിയിൽ എല്ലാവരും കൂടി നിന്ന് മറ്റേ ശബരിമലയുമായി ബന്ധപ്പെട്ടൊക്കെ മനുഷ്യമതിൽ കെട്ടിയ, പർദ്ദയിട്ടവരടക്കം നിരന്ന് നിന്ന് കെട്ടിയ ആ മതിലൊക്കെ നിർമ്മിച്ച നവോത്ഥാന മതിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേശരിയും അതിൻ്റെ നായകനുമാണ് വെള്ളാപ്പള്ളി നടേശൻ സാറ്. അതിലാമുഖമായി പറയേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സാർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ പറയുന്ന മാപ്പിള സഖാക്കൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ മതദ്വേഷവും മതവിരുദ്ധതയും പ്രസ്താവനയും ഒക്കെ ആരോപിക്കുന്ന ആരും തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ PMA സലാം പ്രയോഗിച്ച, ഒരിക്കലും പ്രയോഗിച്ചുകൂടാത്ത ആ പദപ്രയോഗത്തിൽ പേപ്പട്ടിയെപ്പോലെ കുരച്ചു ചാടിയ ഹംസ അടക്കമുള്ള ആളുകൾ ആരും വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ കീർത്തനങ്ങൾ കേട്ടതായി ഭാവിക്കാറേയില്ല. കാരണം അവരുടെ മനസാക്ഷി പറയുമെങ്കിലും പറയാൻ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് ഇത് മുസ്ലിങ്ങൾക്കെതിരെയല്ല, ലീഗിനെതിരെയാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആരും ആക്രോശിക്കില്ല, ആരും മതേതരത്വം തെളിയിക്കാൻ പാടുപെടില്ല, ഒന്നും ചെയ്യില്ല. അതേസമയം ഒരു മുസ്ലിം നേതാക്കൾ ആരെങ്കിലുമാണിത് പറഞ്ഞതെങ്കിൽ ഞാനടക്കമുള്ളവർ, ഞാൻ ആരായാലും പറയും. എന്നാലും ഈ മാപ്പിള സഖാക്കളൊക്കെ തോപ്പം രംഗത്തിറങ്ങി അവരെ പറഞ്ഞ് എന്തെല്ലാം ഭാഷയിൽ പറയാമോ ആ ഭാഷയിലെല്ലാം പറഞ്ഞ് രംഗത്തിറങ്ങേണ്ടതാണ്. നമ്മുടെ അംസാക്കാടെ മാപ്പിളപ്പാട്ട് കേൾക്കേണ്ടതാണ്, പിന്നെ നമ്മുടെ നാസർ ഇക്കായുടെ പ്രകടനം കാണേണ്ടതാണ്, അങ്ങനെ അടക്കം എല്ലാവരുടെയും കാണേണ്ടതാണ്. എന്നാൽ വെള്ളാപ്പള്ളി ഇത് പറയുന്നത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് അവരാരും മിണ്ടാൻ വരികയില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരുടെ എല്ലാ നടപടികളോടൊന്നും യോജിക്കാൻ കഴിയില്ല. അവർക്ക് അവരുടേതായ ഒരുപാട് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അവർ രാഷ്ട്രീയമായി എടുത്ത മണ്ടത്തരങ്ങളായ തീരുമാനങ്ങളുണ്ട്, ശരിയായ തീരുമാനങ്ങളുണ്ട്, ഒക്കെയുണ്ട്. അവരുടെ പ്രകടനത്തെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതിൽ സത്യസന്ധരുണ്ട്, സൂക്ഷ്മതയുള്ളവരുണ്ട്, മറ്റേത് രാഷ്ട്രീയ പാർട്ടിയിലും പോലെ അഴിമതിക്കാരും എല്ലാം ഉണ്ട്. പക്ഷേ അവരെ വേറിട്ട് നിർത്തുന്ന ഒരു സംഗതിയുണ്ട്. നമ്മുടെ വെള്ളാപ്പള്ളി അദ്ദേഹം പറഞ്ഞില്ലേ പൊട്ടാസ്യം സയനൈഡാണെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ മഞ്ഞ പേപ്പറിൽ പൊതിഞ്ഞിരിക്കുന്ന ആ വലിയ ചക്കരക്കുടം അത് തുറന്നു നോക്കുന്നതിന് മുമ്പ് ഈ ലീഗിൻ്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡ് ഒന്ന് തുറന്നു നോക്കാമെന്ന് വിചാരിച്ചു. മറ്റേതെന്തായാലും തുറക്കാം, ഇത് കഴിഞ്ഞ് തുറക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ലീഗിലേക്ക് വരുമ്പോൾ ഒരുപാട് ഭൂതകാലത്തിലേക്കൊന്നും പോകുന്നില്ല. വളരെ സമീപകാലത്തായി കേരളം കണ്ട അല്ലെങ്കിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങളും അതിൽ ഈ പൊട്ടാസ്യം സയനൈഡ് സ്വീകരിച്ച ചില നിലപാടുകളുമുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു സംഗതി അവരുടെ പൊട്ടാസ്യം സയനൈഡിൻ്റെ വിദേശ പതിപ്പായ KMCC എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയെക്കുറിച്ചാണ്. അവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. KMCC എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ എല്ലാവർക്കും അറിയാം. സാക്ഷാൽ നമ്മുടെ മഞ്ഞക്കടലാസിൽ പൊതിഞ്ഞ തേൻകുടത്തിന് ഇത്രയും നാൾ ഏതാണ്ട് ഗുരുദേവനോ അല്ലെ ഗുരുദേവനോളമോ ഗുരുദേവനേക്കാളോ അതിലിരിക്കാൻ കഴിഞ്ഞെങ്കിലും ഈ പറഞ്ഞതുപോലെ സംഗതികളൊന്നും വിദേശ രാജ്യങ്ങളിലോ അത്തരം കാര്യങ്ങളിലോ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അതിനു മുമ്പ് ഈ KMCC എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് അവർക്ക് 2022 കണക്ക് പ്രകാരം, ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ കുറച്ച് മാറി, അവർക്ക് ദുബായിൽ UAEയിൽ 1,10,000 മെമ്പർമാരുണ്ട്, സൗദിയിൽ 85,000 മെമ്പർമാരുണ്ട്, ഖത്തറിൽ 40,000 പേരുണ്ട്, ബഹ്റൈനിൽ 32,000 പേരുണ്ട്, ഒമാനിൽ 28,000 പേരുണ്ട്, കുവൈറ്റിൽ 35,000 പേരുണ്ട്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ അവിടെ എല്ലാം കൂടി 4,000 പേരുണ്ട്, യൂറോപ്യൻ കൺട്രീസിലെല്ലാം കൂടി 6,000 പേരുണ്ട്,
പിന്നെ അതുപോലെ തന്നെ മലേഷ്യ, സിംഗപ്പൂർ അവിടെയെല്ലാം കൂടി 2500 പേരുണ്ട്. ഈജിപ്റ്റ്, സുഡാൻ ആ ബെൽറ്റിലെല്ലാം കൂടി 2800 പേരുണ്ട്. ചുരുക്കത്തിൽ 40 രാജ്യങ്ങളിൽ ഈ പൊട്ടാസ്യം സയനൈഡ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പൊട്ടാസ്യം സയനൈഡ് ആവറേജ് ഒരു വർഷം നമ്മുടെ കേരളത്തിലേക്ക്, ഏത് കേരളത്തിലേക്ക്, ഈ പറയുന്ന വർണ്ണക്കടലാസിൽ, മഞ്ഞക്കടലാസിൽ പൊതിഞ്ഞ ചക്കരക്കുടം ഒക്കെ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ ആദർശ പ്രസംഗങ്ങളാൽ ശബ്ദമുഖരിതമാകുന്ന ഈ കേരളത്തിലേക്ക് ഒരു വർഷം അവർ കുറഞ്ഞത് ഏതാണ്ട് 48 മുതൽ 50 കോടി രൂപയുടെ വരെ സേവനങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടുത്തെ മനുഷ്യർക്കാണ് ചെയ്യുന്നത്, വ്യത്യസ്ത തരം ആളുകൾക്ക്. ഈ പൊട്ടാസ്യം സയനൈഡ് ഒരുപാട് കാര്യങ്ങളിൽ കേരളത്തിലാകെ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. കോവിഡ് കാലം ഉണ്ടായിരുന്നല്ലോ, അന്ന് ഈ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ചക്കരക്കുടമൊക്കെ അടക്കം പുറത്തേക്കിറങ്ങാതെ ഭരണിയൊക്കെ ഒളിപ്പിച്ച് വളരെ സുരക്ഷിതമായി കഴിഞ്ഞ സന്ദർഭത്തിൽ അവരെല്ലാവരും കൂടി അതിജീവനം എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് ചെയ്തത് 98 കോടി രൂപയുടെ സഹായങ്ങളാണ് ഒരു വർഷം മാത്രം. അതിൽ വിമാനത്തിൽ വന്നിറങ്ങിയവരുണ്ട്, ഭക്ഷണ സാധനങ്ങൾ നൽകിയവരുണ്ട്, രോഗചികിത്സയ്ക്കായി നൽകിയവരുണ്ട്, മറ്റു പല കാര്യങ്ങളും ചെയ്തവരുണ്ട്. അവരടക്കമുള്ളവരാണ്. UAE 5 കോടി രൂപയാണ്. ഇതൊക്കെ ഒരു റഫ് കണക്കുകളാണ്, ഇതിലൊക്കെ ഒത്തിരിയുണ്ട്. ഇതാണ് ഒന്ന് ആ പൊട്ടാസ്യം സയനൈഡ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന്. രണ്ടാമത്തെ, ഈ തേൻകുടം അറിയാൻ വേണ്ടിയിട്ടാണ്, ചക്കരക്കുടം അറിയാൻ വേണ്ടി ചക്കരക്കുടത്തിനോട് പറയാനുള്ളത്. രണ്ടാമത് ഈ പൊട്ടാസ്യം സയനൈഡ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കേരളത്തിൽ കാണേണ്ടത് ബൈത്തുർ റഹ്മ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ബൈത്തുർ റഹ്മ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സന്തോഷത്തോടെ താമസിക്കാൻ ഭവനം നിർമ്മിച്ച് നൽകുന്ന ഒരു പദ്ധതിയാണ്. അതിൽ മൊത്തം 10,886 ഭവനങ്ങൾ വെച്ച് നൽകി. അതിൽ 6 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയുള്ള ഭവനങ്ങളുണ്ട്. ഒരാവറേജ് 8 ലക്ഷം രൂപ വെച്ച് കൂട്ടി 10,000 വീട് വെച്ച് കൂട്ടിയാൽ എത്ര കോടി രൂപയാണെന്നറിയുമോ? 8,000 കോടി രൂപ ഇതിനു വേണ്ടി മുടക്കിയത്. ചക്കരക്കുടത്തിന് സങ്കല്പിക്കാൻ ഒക്കുമോ? എൻ്റെ ചക്കരക്കുടമേ, 8,000 കോടി രൂപ. അത് ആർക്കാ കൊടുത്തത്? ചക്കരക്കുടം ഇന്നലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ കേരളത്തിലേതെങ്കിലും ഒരു MLA ഉണ്ടോയെന്നൊക്കെ. അതിൽ 20% ചക്കരക്കുടത്തിന് സേവിക്കാൻ വേണ്ടി ചക്കരക്കുടത്തിന് കൈപൊക്കുന്ന, ചക്കരക്കുടത്തിൻ്റെ ഭാഗമാണെന്ന് ചക്കരക്കുടം പ്രസംഗിക്കുമ്പോൾ മാത്രം ഓർക്കുന്ന വിഭാഗത്തിൽപ്പെടുന്നവരടക്കമുള്ളവർക്കാണ് അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 8,000 കോടി രൂപയുടെ 10% എത്രയാവും? ഏതാണ്ട് 80 കോടി, ഏതാണ്ട് 160 കോടിയോളം രൂപ ചെലവഴിച്ചത് അവർക്ക് വേണ്ടിയാണ്. ചക്കരക്കുടം ഇതുവല്ലതും ചെയ്തോ? ചക്കരക്കുടം ഇങ്ങനെ നടന്ന് പ്രസംഗിച്ച് ആർക്കെങ്കിലും വേണ്ടി പ്രസംഗിക്കുന്നതല്ലാതെ വേറെന്തെങ്കിലും ഇതുപോലൊരു സംഗതി ഈ പൊട്ടാസ്യം സയനൈഡ് ചെയ്യുന്നത് വല്ലതും ചക്കരക്കുടത്തിന് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റിയില്ല, തീർന്നില്ല. കേരളം മുഴുവൻ ഒരു ശൃംഖല പോലെ ഈ പൊട്ടാസ്യം സയനൈഡിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന വലിയ ഒരു പൊട്ടാസ്യം സയനൈഡായ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു പൊട്ടാസ്യം സയനൈഡിൻ്റെ നാമധേയത്തിൽ വലിയൊരു സേവന ശൃംഖലയുണ്ട്. പേര് CH സെൻറ്റർ എന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എന്നോട് ചക്കരക്കുടത്തിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുടുംബം വിളിച്ചിട്ട് ഒരു റൂമൊന്ന് തരപ്പെടുത്തി കൊടുക്കണം, അവർക്ക് താമസിക്കാനാണ്, അവിടെ ചിലവ് കുറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് പിന്നെ ഈ പൊട്ടാസ്യം സയനൈഡിൻ്റെ വിഭാഗത്തിൽ തന്നെ വരുന്ന ET മുഹമ്മദ് ബഷീർ സാറാണ് അതിൻ്റെ ചെയർമാൻ. അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു മുനീർ സാഹിബുണ്ട്, അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ ചക്കരക്കുടം ചോദിച്ചതുപോലൊന്നും ചോദിച്ചില്ല. പൊട്ടാസ്യം സയനൈഡ് അങ്ങനെയൊന്നും ചോദിക്കാറില്ല, ചക്കരക്കുടം പറയുന്ന പോലൊന്നും പറയാറുമില്ല. പൊട്ടാസ്യം സയനൈഡ് ചോദിച്ചത് മനുഷ്യരാണ്, വരാൻ പറ്റുമോ, അവർക്ക് വന്നോട്ടെ എന്ന് പറഞ്ഞു. കാണാത്തപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു, കാണുന്നില്ലല്ലോ, ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ പറഞ്ഞു കീമോയ്ക്ക് നിൽക്കുക സാർ, കീമോ കഴിഞ്ഞ് ചെല്ലാമെന്ന് പറഞ്ഞു. ഇങ്ങനെ അടക്കം ഒരു സംഗതിയുണ്ട്. അതിൻ്റെ ഒരു മാസത്തെ ചിലവ് ഈ CH സെൻറ്ററുകൾക്കെല്ലാം കൂടി ഒരു മാസത്തെ ചിലവ് ഏതാണ്ട് 40 ലക്ഷം രൂപ വീതം വരും കേരളത്തിൽ. ചക്കരക്കുടത്തിന് ചിന്തിക്കാനൊക്കുമോ? അപ്പോൾ ഒരു വർഷം എത്രയായി? പൊട്ടാസ്യം സയനൈഡ് ചിലവാക്കുന്ന കാശാ ചക്കരക്കുടത്തിനോട് പറയുന്നത്. തീർന്നില്ല. ഇത് CH സെൻറ്റർ. ഇനി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്. ആ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ നടത്തുന്ന എത്രയോ യൂണിറ്റുകളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഡയാലിസിസ് സെൻ്ററുണ്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റു പല അസുഖങ്ങൾക്കുണ്ട്. ക്യാൻസർ രഹിത സ്തനം എന്ന് പറയുന്ന എന്തോ ഒരു സ്കീമുണ്ട്. അടക്കമുള്ളവയിലൂടെ എത്ര കോടി രൂപയാണ് ചെലവഴിക്കുന്നതെന്ന് ചക്കരക്കുടത്തിന് അറിയാമോ? ചക്കരക്കുടത്തിന് ഇത് വല്ലതും അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? അവരിലൂടെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നറിയാമോ? അവരിലൂടെ എത്ര കുട്ടികൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെന്നറിയാമോ?
ഈ പറയുന്ന ആളുകൾ, ഈ പൊട്ടാസ്യം സയനൈഡിൻ്റെ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങളിൽ എത്രായിരം മനുഷ്യർ ചക്കരക്കുടത്തിൻ്റെ വിഭാഗത്തിൽ വരുന്നവർ തന്നെ ജോലി ചെയ്യുന്നുണ്ടെന്നറിയാമോ? അപ്പോൾ ഇതൊക്കെയാണ് പൊട്ടാസ്യം സയനൈഡിൻ്റെ വർണ്ണക്കടലാസ് തുറന്നു നോക്കിയാൽ കാണുന്നത്. ഇനി ചക്കരക്കുടത്തിൻ്റെ മഞ്ഞക്കടലാസ് തുറന്നാലോ എന്തോ കാണാൻ പറ്റും? കുറേ ബാറ് കാണാം, കുറേ കോൺട്രാക്റ്റ് കാണാം, കുറേ വേറെന്തെങ്കിലും കാണാം, ട്രസ്റ്റിൻ്റെ സ്വന്തം കുടുംബത്തിൻ്റെയൊക്കെ ട്രസ്റ്റിൻ്റെ പേരിലുള്ള കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണാം എന്നല്ലാതെ വേറെന്തെങ്കിലും കാണാനൊക്കുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ സ്വന്തം സമൂഹത്തിനോ അല്ലെങ്കിൽ സമുദായത്തിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമോ ചക്കരക്കുടത്തിനെ കൊണ്ടാണോ പ്രയോജനം, പൊട്ടാസ്യം സയനൈഡ് കൊണ്ടാണോ പ്രയോജനം? ഒന്ന് ആലോചിക്കണ്ടേ? സത്യം പറഞ്ഞാൽ ഇതിങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ. പിന്നെ കൂടാതെ ഈ പൊട്ടാസ്യം സയനൈഡ് കൊണ്ടുണ്ടായ ഗുണം, നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായി, ഏതാണ്ട് ഒരു 50 കോടിയോളം രൂപ അവിടെ ചെലവഴിച്ചു. ആദ്യം ഓടിയെത്തിയ വൈറ്റ് ഗാർഡും അടക്കമുള്ള ആളുകളുടെ സേവനം, പിന്നെ മഹാപ്രളയം ഉണ്ടായപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കോടി വരും? ചക്കരക്കുടവേ, എൻ്റെ ചക്കരക്കുടവേ, ചക്കരക്കുട എന്നൊക്കെ ചെലവഴിച്ചു. ചക്കരക്കുട ഈ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഈ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. കുറേ വെറുപ്പും വിദ്വേഷവും പറഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ ഈഴവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ചക്കരയുടെ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ? അതിലെ നിർധനരായ മനുഷ്യരെവിടെങ്കിലും പഠിക്കുന്നോ? ജോലി കിട്ടിയോ? അവരെ എന്തെങ്കിലും സ്ഥാനങ്ങളിൽ എത്തിച്ചോ? അവർക്ക് വേണ്ടി എന്തെങ്കിലും പരിപാടികളുണ്ടോ? പദ്ധതികളുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ വിചാരിക്കും ഇത് പറഞ്ഞു തീർന്നെന്ന്. തീർന്നില്ല. ദേ അവസാനം നമ്മുടെ ശാന്തിവള ദിനേശന് അവസാനമായി എന്തോ പറയാനുണ്ട്. അതുകൂടി കേട്ടുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതുകൊണ്ട് ബഹുമാന്യനായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ചക്കരക്കുടം, ഈ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡിനെക്കുറിച്ച് പറയുമ്പോൾ ചക്കരക്കുടത്തിനെക്കുറിച്ച് കൂടി ചക്കരക്കുടം ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മുസ്ലിമിൻ്റെ ആധിപത്യം അവിടെ ഭരണകൂടെ വരാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നാടുവിടണം. അവരൊക്കെ ഭരണത്തിൽ വന്നാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും. വെള്ളാപ്പള്ളി വെച്ചൊരു ഇയാളൊരു എന്തൊരു ഇതുണ്ടാക്കിയില്ല, നവോത്ഥാന തേങ്ങ എന്ന് പറഞ്ഞു. നാരായണ ഗുരുവിനെ വിറ്റ് നിന്ന് ആക്രിക്ക് വിറ്റ് നിന്ന ഈ അലവലാതി വെച്ചല്ലേ ഇയാള് ഈ നവോത്ഥാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വാ തുറന്നാൽ ജാതി അല്ലാതെ അയാൾ എന്തെങ്കിലും പറയൂ? ഇപ്പൊ കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ അലവലാതി ആരെന്ന് എന്റെ ചോദിച്ചാൽ ഞാൻ പറയും വെള്ളാപ്പള്ളി നടേശനാണ്. ഇയാളെ കൊണ്ടു നടന്ന് SNDP വിറ്റ് നിന്നുന്ന അച്ഛനും മോനും ഭാര്യയും എല്ലാം കൂടെ സംഘടന ഉണ്ടാക്കി വെച്ചിട്ട് സംഘടനയുടെ മുഴുവൻ നേതാക്കളും നിങ്ങൾ എടുത്തു നോക്കും. മോളെ ഭർത്താവ്, മോള്, അച്ഛൻ, അമ്മ, മോൻ എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്കറിയാലോ ദുബായിലൊരു പെണ്ണ് കേസിലോ കച്ചവട കേസിലോ എത്ര കോടി നിങ്ങൾ അയാളാണ് കുമാരനാശാന്റെ മോളിൽ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി. എനിക്ക് നാണം തോന്നുന്നു എന്റെ പാർട്ടിയെ പറ്റി. പോകാൻ വേറൊരു പാർട്ടി ഇല്ലാത്തതുകൊണ്ടാണ് സുമേഷെ ഞാൻ വേറെ പോകാത്തത്. എനിക്ക് പോകാൻ വേറൊരു പാർട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്തറിയോ, കമ്മ്യൂണിസ്റ്റുകാരനാവും പാർട്ടി വേണ്ടല്ലോ. പാർട്ടി മെമ്പർഷിപ്പ് അല്ലേ ആനാവൂർ നാഗപ്പൻ എന്റെ വെട്ടാൻ പറ്റൂ? കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന എന്നെ വെട്ടാൻ പറ്റില്ലേ? ഞാൻ പിണറായിയേക്കാളും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരാളെ വഞ്ചിക്കില്ല, ഒരാളെ പറ്റിക്കില്ല, അഭിഹിതമായി കാശുണ്ടാക്കില്ല. ഒരു കാര്യത്തിലും ദിനേശിനെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല RSS കാരനേക്കാളും വലുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ വെയിറ്റേറിനാണ്, കള്ളു കുടിക്കില്ല, പുകവലിക്കില്ല, വ്യഭിചരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഉത്തമ കമ്മ്യൂണിസ്റ്റ് എന്ന് വിചാരിക്കുന്ന എന്നെയൊന്നും അവർക്ക് വേണ്ട. ചക്കരക്കുടം മഞ്ഞക്കടലാസിൽ പൊതിഞ്ഞ് ഇങ്ങനെ കരിമ്പൂച്ചയുടെ ഒരു എന്താ പറയുന്നത് സംരക്ഷണയിൽ ആർക്കോ വേണ്ടി കരാറെടുത്ത് സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിജീവിക്കും കേരളം, അതും അതിജീവിക്കും.